അടൂരിൽ കാർ ലോറിയിലിടിച്ച് അധ്യാപകയും ബസ് ഡ്രൈവറും മരിച്ച സംഭവത്തിൽ കാർ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതാണെന്ന് സ്ഥിരീകരിച്ച് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം. കാർ അമിത വേഗതയിലായിരുന്നുവെന്നും ബ്രേക്ക് ഇടാൻ ശ്രമിച്ചില്ലെന്നും അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ലെന്നും ലോറിയിലെ ക്രാഷ് ബാരിയറും അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയെന്നും MVD റിപ്പോർട്ട്. തെറ്റായ ദിശയിൽ നിന്നുമാണ് കാർ ലോറിയിൽ ഇടിച്ചു കയറിയത് എന്നത് ഉൾപ്പെടെ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി. ഇതോടെ ലോറി ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കി. കണ്ടെയ്നർ ലോറി ഡ്രൈവർ വടക്കേ ഇന്ത്യക്കാരനായ റംസാനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ MVDയുടെ കണ്ടെത്തലോടെ ലോറി ഡ്രൈവർക്കെതിരെ ചുമത്തിയ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അമിത വേഗതയിൽ മനഃപൂർവ്വം കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണെന്ന സ്ഥിരീകരണം വന്നതോടെയാണ് ലോറി ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. കോട്ടയത്ത് ലോഡിറക്കി ശിവകാശിയിലേക്ക് പോവുകയായിരുന്ന ലോറി എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം അപകടത്തിൽപ്പെട്ട കാർ മുഹമ്മദ് ഹാഷിം വാങ്ങിയത് 2 മാസം മുമ്പാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പഴയ അടൂർ രജിസ്ട്രേഷനിലുള്ള ഈ കാറിൽ എയർ ബാഗോ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അനുജയെ കൊലപ്പെടുത്തി ഹാഷിം ജീവൻ ഒടുക്കിയതാണോ അതോ ഇരുവരും തീരുമാനമെടുത്ത് ആത്മഹത്യ ചെയ്തതാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിനായി ഇരുവരുടെയും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കണം. വാട്സപ്പ് ചാറ്റുകളും ഫോൺ വിളി രേഖകളും വീണ്ടെടുക്കണം. അതിനുള്ള പരിശോധനയിലാണ് സൈബർ വിഭാഗം. അപകടത്തിന് ശേഷം കാറിൻ്റെ മുൻസീറ്റിലായിരുന്നു ഹാഷിം കിടന്നത്. അനുജ പുറകിലെ സീറ്റിലുമായിരുന്നു. കാറിൻ്റെ മുൻസീറ്റിൽ ഇരുന്ന അനുജ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് പിന്നിലേക്ക് വീണതാകാമെന്നാണ് റിപ്പോർട്ടുകൾ. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അനുജ മരിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ട കാർ മുഹമ്മദ് ഹാഷിം വാങ്ങിയത് 2 മാസം മുമ്പാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പഴയ അടൂർ രജിസ്ട്രേഷനിലുള്ള ഈ കാറിൽ എയർ ബാഗോ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. അപകടത്തെപ്പറ്റി ലോറി ഡ്രൈവർ റഹ്മാനും മകൻ ഷാറുഖും പറയുന്നത് ഇങ്ങനെ: ഒരു വലിയ ശബ്ദമാണ് ആദ്യം കേട്ടത്. എന്നാൽ ലോറി 35 മുതൽ 40 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ആദ്യം ഒന്നും മനസ്സിലായില്ല. ലോറിയിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ഒരു കാർ തകർന്നു കിടക്കുന്നത് കണ്ടതെന്നും ഷാറുഖ് പറയുന്നു. എന്നാൽ വിനോദയാത്രയ്ക്കിടെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതെന്നും അനുജയും അധ്യാപക സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന ട്രാവലറിലെ ഡ്രൈവറും പറയുന്നു. പെട്ടെന്ന് ഒരു കാർ ട്രാവലറിന് കുറുകെ വെച്ചുവെന്നും ഡ്രൈവിങ്ങിൽ തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായി എന്നാണ് ആദ്യം കരുതിയതെന്നും ഡ്രൈവർ പറയുന്നു. എന്നാൽ കാറിൽ നിന്നും ഇറങ്ങി വന്ന ഹാഷിം അനുജയെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുകയായിരുന്നെന്നും മൊഴിയിലുണ്ട്. കൊട്ടാരക്കരയ്ക്ക് മുമ്പ് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് വാഹനം അടൂർ ഭാഗത്തേക്ക് വന്നത്. കുളക്കട ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാർ പെട്ടെന്ന് ട്രാവലറിന് കുറുകെ വെച്ചു. ആദ്യം കരുതിയത് ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും തെറ്റ് വന്നത് കാരണം കാറുകാരന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കാണും എന്നാണ്. പക്ഷേ കാർ നിർത്തി ഒരാൾ കാറിൽ നിന്നിറങ്ങി ഏറ്റവും മുമ്പിൽ ഇടതുഭാഗത്തിരുന്ന അനുജയോട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞുവെന്നും ആദ്യം അനുജ ഒന്ന് പകച്ചുവെന്നും ഹാഷിം വീണ്ടും വാഹനത്തിനടുത്തെത്തിയപ്പോൾ സമീപം വരുന്ന അധ്യാപികയോട് അനുജൻ വിഷ്ണുവാണ് എന്ന് പറഞ്ഞ് ട്രാവലിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നും ഡ്രൈവറും സഹ അധ്യാപകരും പറയുന്നു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.